മഹാനായ ഇമാം മഹല്ലി റഹിമഹുല്ല ജനിക്കുന്നത് ഹിജറ 791 ഈജിപ്തിലെ കെയ്റോ എന്ന നഗരത്തിലാണ്. മഹാനവറുകൾ ചെറുപ്പകാലത്ത് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു, പഠിക്കാൻ കഴിയാത്ത രീതിയിൽ. എന്നാൽ പിന്നീട് തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചവിട്ടുപടവുകൾ കയറുമ്പോഴും പഠനത്തിനു വേണ്ടി സമയത്തെ വിനിയോഗിച്ചുകൊണ്ട് ഇൽമിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു മഹാമനീഷിയായിരുന്നു ഇമാം മഹല്ലി റഹിമഹുല്ല. അവിടുത്തെയുടെ ചരിത്രമെഴുതിയ എല്ലാവരും, ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഇമാം മഹല്ലി റഹിമഹുല്ലയെക്കുറിച്ച്, അവിടുത്തെയുടെ വിവിധ മേഖലകളിലുള്ള വിജ്ഞാനങ്ങളെക്കുറിച്ച് വലിയ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് കേവലം ഇസ്ലാമിലെ ഒരു ഭാഷയിൽ മാത്രം അല്ലെങ്കിൽ ഒരു മേഖലയിൽ മാത്രം കേന്ദ്രീകൃതമായിരുന്നില്ല അവിടുത്തെയുടെ വിജ്ഞാന സ്രോതസ്സുകൾ. മറിച്ച് തഫ്സീറിലും ഉസൂലുൽ ഫിഖ്ഹിലും അങ്ങനെ നിരവധിയായ വിജ്ഞാന മേഖലകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന മഹാ അറിവിൻ്റെ വലിയ ഒരു കവാടമായിരുന്നു മഹാനായ ഇമാം മഹല്ലി റഹിമഹുല്ല. അവിടുത്തെയുടെ പ്രധാനപ്പെട്ട ഗുരുനാഥന്മാർ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലയും ഇമാം ബിർമാവി റഹിമഹുല്ല അടക്കമുള്ള ലോക പ്രശസ്തരായ വലിയ വലിയ മഹത്തുക്കളായിരുന്നു. അവിടുത്തെയുടെ രചനകൾ ഇമാം മഹല്ലി റഹിമഹുല്ല ലോകത്തിനു വേണ്ടി, ഈ ഉമ്മത്തിനു വേണ്ടി രചിച്ചു നൽകിയിട്ടുള്ള രചനകൾ ഇന്നും അതിൻ്റെ പവിത്രത മായാതെ വളരെ അധികം തേജസ്സോടുകൂടി നിലനിൽക്കുകയാണ്. അവിടുത്തെയുടെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലയുടെ ഉസൂലുൽ ഫിഖ്ഹിൽപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ജംഉൽ ജവാമിഅ. ലോകത്താകമാനമുള്ള ആളുകൾ ഉസൂലുൽ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനായി ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഗ്രന്ഥമാണ് ജംഉൽ ജവാമിഅ. ആ ജംഉൽ ജവാമിഅന് ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ആലിമീങ്ങളും ആശ്രയിക്കുന്ന ഷറഹാണ് മഹാനായ ഇമാം മഹല്ലി റഹിമഹുല്ല രചിച്ച അൽ ബദുർ താലിഅ എന്ന മഹത്തായ ഗ്രന്ഥം. അതുപോലെ തന്നെ ഇമാമുൽ ഹറമൈനി റഹിമഹുല്ല രചിച്ച ഷറഹുൽ വറഖ് കൻസുർ റാഗിബീൻ എന്ന മഹത്തായ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൻ്റെ ഷറഹുൽ വറഖാത്ത് രചിച്ചതും ഇമാം മഹല്ലി റഹിമഹുല്ലയായിരുന്നു. ആ ഒരു രചനയ്ക്ക് ശേഷം ഏകദേശം 4 വർഷത്തിന് ശേഷം ഇമാം മഹല്ലി റഹിമഹുല്ല ഈ ലോകത്തോട് വിട പറയുകയാണ്. എന്നാൽ ആ 4 വർഷക്കാലത്തിനിടയിൽ മഹാനവറുകൾ ഇന്ന് ലോകം മുഴുവനും ആശ്രയിക്കുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുകളിൽ ഏറ്റവും പ്രശസ്തമായ ആധികാരികമായ ഒരു തഫ്സീറാണ് തഫ്സീർ ജലാലൈനി. ഈ തഫ്സീർ ജലാലൈനിയുടെ തുടക്കം, അത് രചിച്ചു തുടങ്ങിയത് ഇമാം മഹല്ലി റഹിമഹുല്ലയായിരുന്നു. പിന്നീട് അത് പൂർത്തിയാക്കിയത് ഇമാം മഹല്ലി റഹിമഹുല്ലയുടെ ശിഷ്യന്മാരായ ലോകപ്രശസ്തരായ മറ്റ് പല പണ്ഡിതന്മാരുമായിരുന്നു. അവിടുന്ന് വഫാത്താകുന്നത് ഹിജറ 864 73-ാമത്തെ വയസ്സിലായിരുന്നു. ആ പുരുഷായുസ് കാലം കൊണ്ട്, അവിടുത്തെയുടെ ആ ജീവിതകാലം കൊണ്ട് നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഇന്നും മഹാനായ ഇമാം മഹല്ലി റഹിമഹുല്ല മുന്നോട്ട് വെച്ച, അവിടുന്ന് പകർന്നു നൽകിയ അറിവുകൾ ലോകം മുഴുവനും പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനവറുകളുടെ ബറക്കത്ത്, മദദ് നമ്മുടെ ഇൽമിൽ അള്ളാഹു നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിൽ